ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ആഷ് എഡിറ്റ്. ഞാൻ ആഷ്ന ജോസഫ് ഫ്രം പോളണ്ട്. ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാണ്. സുന്ദരിയായിട്ടുണ്ടോ? എന്തോ ഇന്ന് ഇങ്ങനെ ഒന്ന് റെഡി ആവണമെന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും തോന്നി. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എത്താനായിട്ട് ഒരു 1.5 വർഷം പിടിച്ചു. 1.5 വർഷം പ്രോസസ്സിങ്, പിന്നെ റിജക്ഷൻ കിട്ടി, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, തോറ്റ് എനിക്ക് തന്നെ നാണമായി തുടങ്ങി. എന്നിട്ട് ഞാൻ നിർത്തിയില്ല. ഞാൻ പിന്നെയും ഒന്നും കൂടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് എനിക്ക് വിസ കിട്ടി. പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ തോറ്റാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രയത്നിച്ച്, പിന്നെ പ്രാർത്ഥനയും കൂടി വേണം, അങ്ങനെയും കൂടി ഉണ്ടെങ്കിലല്ല ഉറപ്പായിട്ടും നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഇനിയിപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ വിളിച്ച്, എടി നീ എങ്ങനെയാണ് പോയത്, ഞങ്ങൾക്ക് അങ്ങനെ റിജക്ഷൻ കിട്ടി, അങ്ങനെ ശരിയാണല്ലോ, ഇങ്ങനെ ശരിയാണല്ലോ, അവിടെ വന്നിട്ട് കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ വരുന്നവരുടെ സ്വഭാവമൊക്കെ പോലെ ഇരിക്കും, പക്ഷെ എന്നാലും നമ്മൾ വരാൻ ശ്രമിക്കണം. ഒരു റിജക്ഷൻ കിട്ടി, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സത്യം പറഞ്ഞാൽ അങ്ങനെ പിന്മാറുന്നത് സത്യത്തിൽ ഒരു ഒളിച്ചോട്ടം പോലെയാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യം ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക. അതും സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയണതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിപ്പോൾ ഒന്നും ആവില്ല, എവിടെ എത്തില്ലെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു. അത്രേ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആഗ്രഹമൊക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങാലും വൈറലായാലേ. പക്ഷെ എന്നാലും ആയാലും ആയില്ലെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടായി, ഞാൻ തുടങ്ങി, അത്ര തന്നെ. അതുപോലെ നമുക്ക് എല്ലാത്തിനും ഒരു ആഗ്രഹം വേണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിച്ച് അത് നടക്കും, ഉറപ്പായിട്ട് നടക്കും. അല്ലെങ്കിൽ ഒന്നുമല്ലായിരുന്നു ഞാൻ, എൻ്റെ കയ്യിൽ ഒന്നുമല്ലായിരുന്നു ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമൊന്നുമല്ല. പക്ഷെ എന്നാലും ആഗ്രഹിച്ചൊരു കാര്യം നടന്നില്ലേ. കാരണം ഒരു 100 പേര് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ സബ്മിഷനും VFSൽ പോവുക, സബ്മിറ്റ് ചെയ്യുക, അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രതീക്ഷകളുണ്ട്. അതിൽ ഒരാളായി കയറി വരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സും പറയുന്നത് അങ്ങനെ. പോളണ്ട് ഒരു ഷെങ്കൻ കൺട്രി ആണല്ലോ. അപ്പോൾ ഒരു ഷെങ്കൻ കൺട്രിയിൽ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്കെന്നല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിങ് അബ്രോഡ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയൊരു കാര്യമാണ് അത്. അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക, ഉറപ്പായിട്ടും നടക്കും. നമ്മളെ തളർത്താനും നമ്മളെ കുറ്റപ്പെടുത്താനും ഒത്തിരി പേരുണ്ടാവും. ഒത്തിരി പേരെന്ന് വെച്ചില്ലേ, ഇതുവരെയായിട്ടും കാണാത്തവരെന്ന് പറയും പൈസ പോയാ, അയ്യോ പൈസ പോയല്ലേ, എന്നാലും നാട്ടിൽ വല്ല നിന്നാൽ പോരെ, എന്തിനാ വെറുതെ, അങ്ങനെയൊക്കെ പറയണവർ അത് പറഞ്ഞോട്ടെ. കാരണം അങ്ങനെ പറയണം എന്നാണ് നമ്മുടെ നാട്ടു നടപ്പ്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്ത് നിർത്തിക്കളയരുത്, ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് നടക്കും, ഉറപ്പായിട്ടും നടക്കും. പിന്നെ കുറച്ച് ചൊറിയൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലും, അങ്ങനെയൊക്കെ ആയിട്ട് മൈൻഡ് ചെയ്യണ്ട. പക്ഷേ നമ്മളത്രയും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഴ്ചയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റും കൂടി കിട്ടി. ഞാൻ അത്രയും തോറ്റ് തുന്നമ്പാടി ഒന്നുമില്ലാണ്ടിരുന്ന സമയത്തും എനിക്ക് വേണ്ടി നിന്ന കുറച്ച് പേരുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ മനസ്സിലാക്കിയ, എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ നല്ല ചീത്ത സമയം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനും എനിക്ക് ചുറ്റും ആരൊക്കെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും എനിക്ക് കർത്താവ് തമ്പുരാൻ തന്നൊരു സമയവും കൂടി അറിഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. എനിക്ക് ആരൊക്കെയുണ്ട്, എന്നെ ആരൊക്കെ സഹായിക്കും, ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലായി, ഞാൻ ഇത്രയൊക്കെ ഉള്ളു നീ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലായി. അങ്ങനെയൊക്കെയുള്ള കുറേ അറിവുകളുണ്ടല്ലോ നമുക്ക്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാവിയിലില്ലേ ഒത്തിരി ഗുണം ചെയ്യും. മുന്നേറാനുള്ളൊരു എനർജി കിട്ടും സത്യമായിട്ടും. ഇതിപ്പോൾ വീട് മിസ് ചെയ്യുന്നു, കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും
ഞാൻ അത്രയും 1.5 വർഷം ഞാൻ ഈ ഓടി നടന്നിട്ട് ഒത്തിരി അലഞ്ഞിട്ട് റിജക്ഷൻ കിട്ടിയിട്ടും കയറി വന്ന ഇടവാണിത്. അതുകൊണ്ട് ആ സങ്കടമൊക്കെ ഞാനൊരു സൈഡിലങ്ങ് മാറ്റി വെച്ചേക്കാം. സങ്കടം വരും, കരച്ചിലൊക്കെ വരും, പക്ഷേ എന്നാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്യുക, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ട്രൈ ചെയ്യാൻ പറഞ്ഞെന്നും പറഞ്ഞ് സ്കാമിലൊന്നും ചെന്ന് പെടാതെ നോക്കുക. ട്രസ്റ്റബിളായിട്ടുള്ള ഏജൻസി തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് പ്രോസസ്സിങ്ങൊക്കെ ചെയ്ത് വരുന്നവർ ഇപ്പോൾ ഒത്തിരി പേരുണ്ട്, അങ്ങനെയും നോക്കുക. പക്ഷെ എന്താണെങ്കിലും ശ്രമിക്കാതിരിക്കരുത്. ഒരു ചെറിയൊരു റിജക്ഷൻ വന്നു എന്ന് പറഞ്ഞ് അത് ഒരിക്കലും ഒരു അവസാനമല്ല. കേട്ടല്ലോ, ശ്രമിക്കാതിരിക്കരുത്, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലക്ഷപ്രഭുക്കളാകാമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. എന്നാലും വലിയ കുഴപ്പമില്ല. എനിക്ക് നാട്ടിലൊരു 15,000 രൂപ കിട്ടുള്ളായിരുന്നു മാസം. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ വളരെയധികം ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്നെക്കുറിച്ച് അറിയാനും പോളണ്ടിലെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.